വെൽക്കം ആൽബി. ഞാൻ വാക്ക് പാലിച്ചു. നിന്നോട് പറഞ്ഞതുപോലെ ഇന്നത്തെ കൂടിക്കാഴ്ച. ഇന്നലെ വരെ നീ വേട്ടയാടപ്പെടുകയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മുന്നിൽ നീ ഇരയെ കണ്ട വേട്ടക്കാരനാണ്. എനിക്ക് വേണ്ടത് കുറച്ച് സാവകാശമാണ്. എന്റെ വാക്കുകൾ കേൾക്കുവാനുള്ള സാവകാശം. ഈ ഗണ്ണും എന്റെ ഈ പാതി ശരീരവും മതി ഇപ്പൊ നിന്നെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ. ഏതൊരാണും അവന്റെ പെണ്ണിന് ചാർത്തി നൽകുന്നൊരു സത്യമുണ്ട്, മിന്ന് എന്ന സത്യം. പക്ഷേ ആ ഇത്തിരി പൊന്നുരുകി ചെമ്പാകാൻ അധിക സമയമൊന്നും വേണ്ട. മറ്റൊരു പെണ്ണ് വിചാരിച്ചാൽ മാത്രം മതി. നിനക്ക് സംഭവിച്ച അത് തന്നെയാണ് ആൽബി. മനം മയക്കുന്ന ഒരു പെണ്ണിന് മുന്നിൽ മയങ്ങിപ്പോയ നിന്റെ മനസ്സ്. അതായിരുന്നു എന്റെ ട്രംപ് കാർഡ്. എന്റെ വാക്കുകൾക്കനുസരിച്ച് നീ കളിച്ച നാടകത്തില് നിനക്കും നിമ്മിക്കും കൂടാതെ മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ടായിരുന്നു. ഗൗതം, വിഷ്ണു നിമ്മിയുടെ ഇല്ലാത്ത ഭർത്താവ്. യഥാർത്ഥത്തിൽ ഇത് ഗൗതം. നിന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് നിമ്മിയിലും മികച്ച മറ്റൊരാളുണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ കാർ പിക്ക് ചെയ്തിട്ട് വരാം. ഞാൻ ഇപ്പൊ എത്തും. ആൽബി, എനിക്ക് നിന്നെ അർജന്റായി കാണണം. നീ എവിടെയാ? അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഇവിടെ കുറച്ചകലെ എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഹലോ, നീ എവിടെയാ? ടാക്സി ഡ്രൈവർ നിങ്ങളെ സെറ്റ് ചെയ്ത ഹോട്ടലിലെത്തിക്കും. ഹോട്ടലിലെ റൂം ബോയ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ പാക്കറ്റിൽ റെഡ് പാക്കറ്റ് ആൽബിക്ക് കൊടുക്കണം. അതിൽ റേപ്പ് ഡ്രഗ് ഉണ്ട്. അത് കഴിച്ചാൽ മിനിറ്റുകൾക്കകം അവൻ മയങ്ങി വീഴും. ഗൗതം, കം. എല്ലാം ഓക്കെ അല്ലേ? ഡ്രഗിന്റെ എഫക്ട് 7 മണിക്കൂറുണ്ടോ? സോ ഹി വിൽ ഗെറ്റ് അപ്പ് എനി ടൈം. ഓരോ കാലത്തും ഓരോ വേഷത്തിലെത്തി അവൾ എന്നെ ചതിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ അവളോട് ചെയ്തത്? ഒരു വലിയ കള്ളം. അതായിരുന്നു ഞങ്ങളുടെ സത്യം, ഞങ്ങളുടെ മാത്രം സത്യം. ആ സത്യം നിനക്കറിയണ്ടേ? കോളേജിലെ അവസാന ദിവസം കഴിഞ്ഞുള്ള യാത്ര നിനക്ക് ഓർമ്മയുണ്ടോ?